ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേർക്ക് സസ്പെൻഷൻ. പാമ്പാടി നെഹ്റു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, PRO സഞ്ജിത് വിശ്വനാഥൻ, അധ്യാപകനായ പ്രവീൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിൽജിത്ത്, പീപ്പിൾ TV ഈ വാർത്ത പുറത്തെത്തിക്കുന്ന ഘട്ടത്തിൽ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് നെഹ്റു കോളേജ് മാറുന്നു. ഒടുവിൽ സർക്കാരും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നത്? തീർച്ചയായും അജിംഷാദ്, പീപ്പിൾ TVയുടെ ക്യാമ്പയിൻ ഫലം കണ്ടു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് വാർത്താക്കുറിപ്പിലൂടെ മാനേജ്മെന്റ് തങ്ങളുടെ കോളേജിലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന വാർത്താക്കുറിപ്പിൽ തൊട്ട് പിന്നാലെയാണ് കോളേജ് ഇതുമായി സംബന്ധിച്ച് ഏത് അന്വേഷണത്തിനും സഹകരിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് തൊട്ട് പിന്നാലെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അതുപോലെ തന്നെ കോളേജിന്റെ PROയും മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, അതുപോലെ തന്നെ കോളേജിൽ ഈ ആരോപണ വിധേയനായ അധ്യാപകൻ, കോളേജിലെ പരീക്ഷ നടക്കുന്ന സമയത്ത് ജിഷ്ണുവിന്റെ പരീക്ഷ ഹാളിൽ ഇൻവിജിലേറ്ററായിരുന്ന CP പ്രവീൺ എന്നീ 3 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കോളേജ് ആദ്യഘട്ടത്തിൽ ജിഷ്ണുവിൻ്റേത് വെറും ആത്മഹത്യ മാത്രമാണ് എന്നും അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഉള്ള ഘട്ടങ്ങളിലെല്ലാം കോളേജിൻ്റെ ഒരു അധികാര ദുർവിനിയോഗം അവർ പുറത്തു വരുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. പ്രത്യേകിച്ച് അവിടെ കോപ്പിയടി നടന്നിട്ടില്ല എന്ന് ജിഷ്ണുവിൻ്റെ ഒപ്പം പരീക്ഷ എഴുതിയിരുന്ന വിദ്യാർത്ഥികളും, അതായത് ജിഷ്ണു കോപ്പി നോക്കി എഴുതി എന്ന് പറയപ്പെടുന്ന ആ കുട്ടി പോലും ജിഷ്ണു എൻ്റെ പേപ്പറിൽ നോക്കിയിട്ടില്ല എന്ന് സാക്ഷിമൊഴി നൽകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ കോളേജ് വീണ്ടും പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട നാൾക്കുനാൾ ഇതിൻ്റെ ദുരൂഹത വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷം കോളേജിൽ സന്ദർശനത്തിനെത്തിയ സർവകലാശാല അധികൃതർ സാങ്കേതിക സർവകലാശാല അധികൃതരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് സ്ഥിരീകരിച്ചത്. അവരുടെ മൊഴിയെടുപ്പിലും ഇത്തരത്തിൽ ജിഷ്ണുവിൻ്റെ സഹപാഠികളും അതോടൊപ്പം ജിഷ്ണുവിൻ്റെ ഹോസ്റ്റലിൽ താമസിച്ച കുട്ടികളടക്കം കോളേജ് മാനേജ്മെൻറ്റിന് എതിരായ ഒരു മൊഴികളാണ് അവർ നൽകിയിരുന്നത്. അതോടൊപ്പം സർവകലാശാലയ്ക്ക് ഔദ്യോഗികമായ ഇത്തരത്തിൽ കോപ്പിയടി നടന്നതായിട്ടുള്ള യാതൊരു രേഖകളും ഹാജരാക്കാൻ കോളേജ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, കോപ്പിയടി നടന്നിട്ടുണ്ടെങ്കിൽ ചട്ടപ്രകാരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് കോപ്പിയടി നടന്ന ദിവസം തന്നെ വൈകിട്ട് ഒഫീഷ്യൽ സമയം കഴിയുന്നതിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ രേഖാമൂലം ഇന്ന കോളേജിൽ നടന്ന ഈ ഒരു പരീക്ഷയിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ കോപ്പിയടിക്കപ്പെട്ട് പിടിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ളൊരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ട് ഈ ജിഷ്ണു പരീക്ഷ എഴുതി എന്ന് പറയപ്പെടുന്ന ഈ ജനുവരി 6 എന്ന തീയതിയിൽ സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, സർവകലാശാല അന്വേഷണം നടത്താൻ ഈ കോളേജിൽ എത്തിയ കഴിഞ്ഞ ദിവസം വരെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോപ്പിയടി നടന്നിട്ടില്ല, ജിഷ്ണു കോപ്പി അടിച്ചിട്ടില്ല, അതിൻ്റെ പേരിൽ ഒരു റിപ്പോർട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അകാരണമായ ഒരു കാരണത്തിൻ്റെ പേരിൽ ജിഷ്ണുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ പേരിൽ പരീക്ഷാ ഹാളിൽ വെച്ചും അതിനുശേഷം ഇത്തരത്തിൽ ഈ പറയുന്ന വൈസ് പ്രിൻസിപ്പലിൻ്റെ റൂമിലടക്കം കൊണ്ടുപോയി ജിഷ്ണുവിനെ മാനസികമായി പീഡിപ്പിച്ചു. അത്തരത്തിലടക്കമുള്ള വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തുവിട്ട ജിഷ്ണുവിൻ്റെ ദൃശ്യങ്ങൾ, ജിഷ്ണുവിൻ്റെ മൃതദേഹത്തിൽ മൂക്കിൽ പരിക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇത് ശരിവെക്കേണ്ട തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ തെളിവുകളാണ് ശരീരത്തിൽ ഉള്ളത്. കഴുത്തിൽ കുരുക്ക് മുറുകിയാണ് ജിഷ്ണുവിൻ്റെ ജീവൻ നഷ്ടമായത് എങ്കിൽ പോലും ജിഷ്ണുവിൻ്റെ മൂക്കിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറിയ വിവരങ്ങളിലുണ്ട്. ഈ മുറിവ് ഏത് തരത്തിൽ വന്നു എന്നത് ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. ഇതിനുശേഷം പീപ്പിൾ TV തന്നെ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രതികരണം അടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നു. കോളേജിൽ ഇടിമുറി അടക്കമുള്ള ഭീകര അന്തരീക്ഷമാണ് ഉള്ളത്. കുട്ടികളെ നേർവഴിക്ക് നടത്തുന്ന അല്ലെങ്കിൽ കുട്ടികൾ
വിദ്യാർത്ഥികളെ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ ഇത്തരത്തിൽ ഇടിമുറിയിലെത്തിച്ച് മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഡീബാർ ചെയ്യുമെന്നും അതുപോലെ തന്നെ അറ്റൻഡൻസ് കുറയ്ക്കുമെന്നും അടക്കമുള്ള ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിക്ക് നിർത്താനുള്ള കോളേജിൻ്റെ ചട്ടങ്ങളെക്കുറിച്ചെല്ലാം സീനിയർ വിദ്യാർത്ഥികൾ തന്നെ ആ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലെല്ലാം വലിയൊരു കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് പ്രതിരോധത്തിലായ കോളേജ് ഇത്തരത്തിൽ തങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നും ആ ഒരു അന്വേഷണത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അജിം ഷാദ്. ശരി ദിൽജിത്ത്, പീപ്പിൾ TV ഇമ്പാക്ട് ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഒടുവിൽ കോളേജിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പാമ്പാടി നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, PRO സഞ്ജിത് വിശ്വനാഥൻ, അധ്യാപകനായ പ്രവീൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിന്റെ വിവരങ്ങളാണ് ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചിട്ടുള്ള സമരം പിൻവലിച്ചു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. നെഹ്റു കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കൊച്ചിയിലെ ഓഫീസ് കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് പ്രഖ്യാപിച്ച സമരമാണ് പിൻവലിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പുറത്തു വന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കരുതുന്നതായും അസോസിയേഷൻ പ്രതികരിച്ചു. എന്നാൽ അസോസിയേഷൻ പാമ്പാടി നെഹ്റു കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കുഴപ്പങ്ങൾ കണ്ടെത്താനായിരുന്നില്ല എന്നും അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ ജോറി മത്തായി പറഞ്ഞു. മന്ത്രി C രവീന്ദ്രനാഥ് ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ചു. ഇനി ഒരിക്കലും കേരളത്തിൽ മറ്റൊരു ജിഷ്ണു ഉണ്ടാകരുതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും C രവീന്ദ്രനാഥ് വ്യക്തമാക്കി. കോളേജുകൾ അടച്ചിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സമരം പിൻവലിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്നും അദ്ദേഹം താക്കീത് ചെയ്തു. രാവിലെ 7:30ഓടെയാണ് നാദാപുരം വളയത്തെ ജിഷ്ണുവിന്റെ വീട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് എത്തിയത്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. ജിഷ്ണു മരിക്കാനിടയ സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കോളേജ് അടച്ചിട്ട് സമരം ചെയ്യുന്ന സ്വാശ്രയ കോളേജുകളോട് സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സമരം ചെയ്യരുത്, പിൻവലിയണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത് എങ്ങനെ അവർ കണക്കാക്കുന്നു എന്നുള്ളത് അവരുടെ പ്രസ്താവനയിൽ നിന്നും ഇന്നത്തെ നടപടിയിൽ നിന്ന് കാണാം. അത് മനസ്സിലാക്കി തുടർന്ന് സർക്കാർ വളരെ ശക്തമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള സമൂഹം അംഗീകരിക്കുന്ന നിലപാട് എടുക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തരാണെന്നും ജിഷ്ണുവിന്റേതെന്ന പേരിൽ പുറത്തുവന്ന കത്ത് ജിഷ്ണു എഴുതിയതാണെന്ന് കരുതുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. DYFI നേതാവ് മുഹമ്മദ് റിയാസ്, നാദാപുരം MLA EK വിജയൻ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജിഷ്ണുവിന് നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഭീഷണി. നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്നാണ് ഭീഷണി. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത്. ജിഷ്ണുവിന്റെ സഹോദരിയുടെ പഠനം കോളേജ് ഏറ്റെടുക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാട് നാമക്കലിൽ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഷിൻഡോയ്ക്കാണ് മർദ്ദനമേറ്റത്. നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. കോളേജ് എക്സ്പോയിൽ വൈകിയെത്തിയതിനാണ് മർദ്ദനമെന്ന് ഷിൻഡോ പറഞ്ഞു. തമിഴ്നാട് നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ഷിൻഡോയുടേതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കോളേജ് എക്സ്പോയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കോളേജ് മുറിയിൽ പൂട്ടിയിട്ട് 2 ദിവസത്തോളം മർദ്ദിച്ചതായാണ് ഷിൻഡോ പറയുന്നത്. നിലത്തു കിടത്തി ബൂട്ടുകൊണ്ട് അധ്യാപകർ പുറകിൽ ചവിട്ടിയതായും ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതായും ഷിൻഡോ പറയുന്നു. മൊബൈൽ ഫോണും നൽകിയില്ല. 2 ദിവസം ക്രൂരമായ പീഡനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. പിന്നീട് ഇവർ ഹോസ്റ്റലിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയായിരുന്നു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ് ഷിൻഡോ. കൂടെയുണ്ടായിരുന്ന മറ്റ് 6 പേരും മലയാളികളാണ്. അന്യസംസ്ഥാന ലോബികൾ ക്യാമ്പസിനകത്ത് ഗുണ്ടായിസമാണ് കാട്ടുന്നതെന്നും സർക്കാർ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M ലിജിൻ പറഞ്ഞു. ഗവൺമെന്റ് ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണണം. അന്യസംസ്ഥാന ലോബി ഉൾപ്പെടെ ഈ രീതിയിൽ ഗുണ്ടായിസമാണ് ക്യാമ്പസുകൾക്കകത്ത് നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്യസംസ്ഥാന ലോബികൾക്കുൾപ്പെടെ ആ ഗുണ്ടായിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ SFI ഏറ്റെടുക്കും. ഇവിടെ സംഭവത്തിൽ ഇവർ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ടോംസ് കോളേജിലെ പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥിനി. പരാതിയുമായി ചെല്ലുമ്പോൾ അസഭ്യവാക്ക് പറഞ്ഞ് ചെയർമാൻ അപമാനിക്കുന്നു. വിദ്യാർത്ഥിനികളെ വീട്ടിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ലെന്നും പരസ്പരം നോക്കിയാൽ പോലും ഫൈൻ ഈടാക്കുന്നുവെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചാൽ തീവ്രവാദിയായി മുദ്രകുത്തും. ഫീസ് നൽകാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശികളായ 3 പെൺകുട്ടികളെ ഇറക്കിവിട്ടതായും വിദ്യാർത്ഥിനി പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തി. കോളേജ് ഉടമയോട് പരാതി പറയാനെത്തിയാൽ അസഭ്യം പറഞ്ഞ് അപമാനിക്കും. അവധിക്കാലത്തും വീട്ടിൽ പോകാൻ അനുവദിക്കില്ല. ഫീസ് കൊടുക്കാൻ വൈകിയാൽ ചുവന്ന തെരുവിൽ പോയി പണം സമ്പാദിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഫീസ് അടയ്ക്കാൻ വൈകിയാൽ പെൺകുട്ടികളെ രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിടും. ജാതിമത വിവേചനം മുതൽ ലൈംഗിക അതിക്രമങ്ങൾ വരെ അരങ്ങേറുന്ന മറ്റക്കരയിലെ ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തലാണിത്. മിക്കതും ഞങ്ങൾ ഗേൾസിന് നേരിടുന്നത് വെച്ചാൽ സാർ 8 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സാറ് വരുള്ളൂ. സാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് ധരിക്കുന്ന ഡ്രസ്സ് ഇട്ടായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അത് നൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ടീഷർട്ട് 3/4 അങ്ങനത്തെ ഗേൾസ് ഉള്ളിൽ അപ്പം അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടായിരിക്കും നിൽക്കുന്നത്. സാർ വന്നിട്ട് നമ്മളിപ്പം നിൽക്കുന്നിടത്ത് ഇപ്പം ഞാനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ സാർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. സാർ പോകുന്ന വരെ സാറിൻ്റെ ഫേസിലേക്ക് മാത്രം. സാറ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പോലും നോക്കാൻ നമുക്ക് പറ്റത്തില്ല. സാറിൻ്റെ ഫേസിൽ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഈ ചില ടീഷർട്ടിലേക്ക് ഓരോ കൊട്ടേഷൻസ് ഒക്കെ എഴുതില്ലേ ഫ്രണ്ടിൽ, അതിപ്പം വേറെ ആളെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയിപ്പിക്കുക, അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുക, എന്നിട്ട് അതിനെപ്പറ്റി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഒരു കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല, എന്നിട്ട് ആ കുട്ടിയോട് പച്ചയ്ക്ക് പറഞ്ഞാണ് നീ ബോംബെയിൽ പോവും, ഫീസ് അടയ്ക്കാൻ നിനക്ക് കാശ് കിട്ടും. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ്. വൻ തുക ഫൈൻ ഈടാക്കും. മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദിയായി ചിത്രീകരിക്കും. മാനസികമായി തകർക്കും. പഠനം നിർത്തിപ്പോകാൻ തീരുമാനിച്ചാൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഈവൻ ഒരു പേന ഷെയർ ചെയ്യാനും സമ്മതിക്കത്തില്ല. ഒരു പേപ്പർ പറന്ന് ബോയ്സിന്റെ പേപ്പർ വന്ന് ഗേൾസിന്റെ ഭാഗത്തേക്ക് വന്നാൽ അത് ഗേൾസിന് എടുത്തു കൊടുക്കാനോ, പിന്നെ അത് 10 തവണ എംപോസിഷൻ എഴുതണം. ഞാൻ ഈ പേപ്പർ പറത്തില്ല എംപോസിഷൻ എഴുതി ടീച്ചേഴ്സിനെ കാണിച്ച് ടീച്ചേഴ്സിന് എടുത്തു തരും. അങ്ങനെ അത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും സാറ് പറഞ്ഞാണ് മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. അതെന്താണ് ഈ മറ്റേ പരിപാടി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ മെൻസ് ഹോസ്റ്റലിൽ ഒരു കൊച്ചിനെ അവന് വന്നപ്പോഴേ മുസ്ലിമാണ് അവൻ വന്നപ്പോഴേ നിസ്കരിക്കാൻ അവന് സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് സാർ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കിടക്കുന്ന ബെഡിൻ്റെ മണ്ടിൽ തന്നെ നിസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവനത് പറ്റത്തില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും മുൻപേച്ചിൽ പറഞ്ഞു ഫറാസ് തീവ്രവാദിയാണ്, അവൻ മോസ്ക് പണിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാങ്കേതിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇന്നലെ തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ സർവകലാശാലയുടെ ഉടനെ തന്നെ അവിടെ അന്വേഷിച്ച് പരാതി എത്ര ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി അതുപോലെ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള നടപടി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനായി ഹൈക്കമാൻഡ് ഇടപെടൽ ശക്തിപ്പെടുത്തി. മുകുൾ വാസ്നിക് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ കർശന നിലപാട് ഉമ്മൻചാണ്ടി മയപ്പെടുത്തി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ദില്ലിയിലെത്തി ചർച്ച നടത്തുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ കർശന നിലപാട് മയപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം നിലപാട് മാറ്റി. ഫോണിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നികുമായി നടത്തിയ സംഭാഷണത്തിലൊടുവിലാണ് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കിയത്. അടിയന്തരമായി ദില്ലിയിലെത്തി ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്താൻ കോൺഗ്രസിനുള്ളിൽ നടന്ന പല നീക്കങ്ങൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഈ മാസം 14 ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. അതേസമയം കേരളത്തിൽ മാത്രമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് AICCക്ക് തടസ്സമില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്ന നേതാക്കളാണ് മറിച്ചു പറയുന്നത്. ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും ഹസൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹൈക്കമാൻഡുമായി ഒരു പ്രശ്നവുമില്ലെന്ന് ഉമ്മൻചാണ്ടി. ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ദേശീയ തലത്തിൽ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിന് സമയമായി. കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ദില്ലിയിലെ ചർച്ചകൾക്ക് ശേഷം രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു. ഹൈക്കമാൻഡുമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഹൈക്കമാൻഡ് വിളിച്ചാൽ നിശ്ചയമായിട്ടും ചർച്ചയ്ക്ക് പോകും. ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് സമയമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത് എങ്ങനെ തിരഞ്ഞെടുപ്പ് വേണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഞാൻ വെച്ച നിർദ്ദേശം ദേശീയ തലത്തിൽ ഇലക്ഷൻ വേണ്ടെന്നല്ല, ദേശീയ തലത്തിൽ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. ഏതായാലും കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു ശക്തി പകരുന്നതിന് ഒരു തിരഞ്ഞെടുപ്പ്
സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. ആ അഭിപ്രായമാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം പ്രവർത്തകർക്കുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധിയും അത് അംഗീകരിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് തന്റെ മൊഴിയെടുക്കവേ ADGP ഹേമചന്ദ്രൻ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹേമചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും DYSP പ്രസന്നൻ നായരാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷനിൽ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിസ്തരിക്കാൻ അനുമതി തേടി സരിതയും ഇന്ന് സോളാർ കമ്മീഷനിൽ എത്തിയിരുന്നു. സരിതയുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുന്ന അപൂർവതയ്ക്കും ഇന്ന് സോളാർ കമ്മീഷൻ വേദിയായി. ക്രോസ് വിസ്താരം പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഈ മാസം 30-ലേക്ക് കേസ് മാറ്റി. രാവിലെ 10:30-യോടെ ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷനിലെത്തി. തൊട്ടുപിറകെ സരിതയും എത്തി. അഭിഭാഷകന്റെ സഹായമില്ലാതെ ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിസ്തരിക്കാൻ കമ്മീഷനോട് അനുമതി തേടുമെന്ന് സരിത പറഞ്ഞു. മലയിൽ ശ്രീധരൻ നായരെ കണ്ടോ കണ്ടില്ലയോ എന്ന് പലരും ചോദിക്കുമ്പോഴും ഒറ്റയ്ക്ക് കണ്ടു, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഒറ്റയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞു, പിന്നെ ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു, പിന്നെ രണ്ടാമതൊരു ഡേറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങനെയല്ല ചില കാര്യങ്ങൾ വെച്ച് ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നേരിട്ട് തന്നെ ചോദ്യം ചെയ്യാൻ 11 മണിക്ക് വിസ്താരം തുടങ്ങി. സോളാറിൽ കക്ഷി ചേർന്നിരുന്ന ലോയേഴ്സ് യൂണിയനും അഡ്വക്കേറ്റ് ജോൺ ജോസഫുമാണ് ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കവേ ADGP ഹേമചന്ദ്രൻ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്നും DYSP പ്രസന്നൻ നായരാണ് ചോദിച്ചതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ADGP DYSPക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായി കണ്ടിരുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന സഹകരണ സംഘത്തിനു വേണ്ടി താൻ സമർപ്പിച്ച സോളാർ പദ്ധതി ഉമ്മൻചാണ്ടി തട്ടിയെടുത്തെന്ന CL ആൻഡോയുടെ ആരോപണം ഉമ്മൻചാണ്ടി നിഷേധിച്ചു. അത്തരത്തിലൊരു സംഘം രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് കമ്മീഷൻ അന്വേഷിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. സോളാറുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾക്ക് കമ്മീഷനിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. വിസ്താരം ഇന്നും പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഈ മാസം 30-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. മരുമകളുടെ ക്രൂരമർദ്ദനത്തിൽ അമ്മായിയമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മകൾ അമ്മായിയമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് മരുമകൾക്കെതിരെ ആലപ്പുഴ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ആലപ്പുഴ ഡാണാപ്പടി സ്വദേശിയായ വൃദ്ധമാതാവാണ് മരുമകളുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. മകൻ വിദേശത്തായതിനാൽ മരുമകളുടെ പരിചരണത്തിലായിരുന്നു ഇവർ. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് ക്രൂരമായ മർദ്ദന മുറകളിലേക്ക് വഴിമാറി. വൃദ്ധയുടെ പെൺമക്കൾ പലവട്ടം ഇത് ചോദ്യം ചെയ്തെങ്കിലും മരുമകൾ ഇവരെയും അസഭ്യം പറഞ്ഞു. ഇതിനിടെ മുഖത്ത് ചൂടുവെള്ളമൊഴിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തതോടെ പെൺമക്കൾ മാതാവിനെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശാരീരികമായും മാനസികമായും തകർന്ന വൃദ്ധയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ അടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ തടിയടയത്. ഇന്നലെ അമ്മ ഒരുപാട് അടിച്ചെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആരും ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് കഥവടയ്ക്കുന്നതൊക്കെ ഞാനെല്ലാം കണ്ടുകൊണ്ട് അമ്മ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരു ഗ്ലാസ്സിൻ്റെ ഇപ്പുറത്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരവും കൊടുക്കത്തില്ല. ഒരു ചരുവത്തിനകത്ത് ഇച്ചിരി കഞ്ഞിവെള്ളം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അത് രാവിലെ. പിന്നെ അമ്മയ്ക്ക് ഒന്നും കൊടുത്ത് കാണുന്നില്ല. മരുമകളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പീഡനങ്ങൾ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. വാർത്ത പുറത്തായതോടെ ഹരിപ്പാട് പോലീസ് 70-കാരിയായ വൃദ്ധയുടെ മൊഴിയെടുത്തു. മരുമകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.